ഒരാൾ പോലും ജാക്കറ്റ് ഇട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ ഇതിൽ കയറുകയാണെങ്കിൽ മസ്റ്റായിട്ട് ജാക്കറ്റ് ചോദിച്ച് വാങ്ങുക. കാരണം നമ്മളെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മുൻകൂട്ടി നമ്മൾ സാഹചര്യം കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം. അവർ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി കണ്ട ബോട്ടൊക്കെ ആടി ഉലയുന്നുണ്ട്. അരമണിക്കൂർ കൊണ്ട് എത്തിയില്ലെങ്കിലോ പൈസ തരില്ല. അപ്പൊ എത്ര ഡെപ്പോസിറ്റ് ചെയ്ത തുക അവർ തിരിച്ചു തരാനുള്ള പല മാർഗവും നോക്കും. അപ്പൊ എന്താണ് നമ്മൾ തിരിച്ചു കയറണേ, ഇവിടെ വന്ന ഉടനെ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് തിരികെ കൊടുത്തു. പുഴയുടെ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ ഒരുപാട് കൊട്ടവഞ്ചി അല്ലെങ്കിൽ തോണിയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വരുമ്പോൾ ഇതിൽ കയറുന്ന എൻജോയ് ചെയ്യാന്നുള്ളത് ഒരു പ്രത്യേക രസമാണ്. ഒരുപാട് പെഡൽ ബോട്ടുകൾ ഉള്ളതുകൊണ്ടേ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, പെട്ടെന്ന് എത്തുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ കുറച്ചു നേരം സമയം മൂഞ്ചി നിൽക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. വെൽക്കം ബാക്ക് അഗൈൻ, അലിവാണക്കാടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലെ ഊട്ടിയിലെ ബോട്ട് ഹൗസിന് മുമ്പിലാട്ടോ. നമ്മൾ ഈ ഒരു സീരീസ് ഊട്ടി സീരീസിന്റെ രണ്ടാം ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട് 1 കാണുക. കാരണം 3 സംസ്ഥാനങ്ങളുടെ 3 റിസർവ് ഫോറസ്റ്റുകൾ താണ്ടി 36 ഹെയർ പിൻ വെന്റുകളുള്ള കല്ലെട്ടുചിന് പോയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ആ ഒരു യാത്ര കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ലിങ്കും കാര്യങ്ങളും റിസപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ തൊട്ട് മുമ്പിലായിട്ട് കുതിരസവാരി നടത്താനുള്ളവർക്കുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 250 രൂപയാണ് ഒരു ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. കുതിരകളൊക്കെ വളരെ ക്യൂട്ടാണെങ്കിലും തീരെ വൃത്തിയില്ലാത്തൊരു സാഹചര്യമായിട്ട്, അതായത് കുതിരയുടെ ഈ ഒരു കാഷ്ടവും മൂത്രമൊക്കെ ആയിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഈ ഒരു ബോട്ട് ഹൗസിന് അകത്തോട്ട് കയറുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 15 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അതിനകത്തോട്ട് കയറാൻ വേണ്ടി മാത്രമാട്ടോ. ബോട്ടിലെ ചാർജും കാര്യങ്ങളൊക്കെ വേറെയാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചേച്ചി അതിൽ സീൽ വെച്ച് വരും. ഇതാണ് ഇവിടുത്തെ ഹെൻറി എന്ന് പറഞ്ഞത്. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഐ ലവ് യൂട്ടി എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഭയങ്കര തിക്കും തിരക്കാട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട്, അതായത് ഫാമിലി ഫോട്ടോയും സിംഗിൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ്. നമ്മളെന്തായാലും ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല, നേരെ താഴോട്ട് പോയി നോക്കണം. ഇവിടെ മോട്ടോർ ബോട്ട് എന്നുള്ളൊരു വലത്തോട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എന്തായാലും നമുക്ക് മോട്ടോർ ബോട്ടിൽ കയറാൻ നമുക്ക് താല്പര്യമില്ല. 3 ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഒന്ന് മോട്ടോർ ബോട്ട്, രണ്ടാമത് പെഡൽ ബോട്ട്, മൂന്നാമത് നമ്മൾ തൊഴിഞ്ഞു പോകുന്ന ബോട്ട് കേട്ടോ. ഇങ്ങനെ 3 തരം ബോട്ടുകളാണ്. നമ്മൾ തൊഴിഞ്ഞു പോകുന്ന ബോട്ടുകൾ കിട്ടുമെന്ന് നോക്കാം. എന്തായാലും സൽമാൻ അവിടെ നമ്മൾ വരി നിർത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ താഴെ ബോട്ടിന് അടുത്തോട്ട് ചെന്ന് നോക്കണം, കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് മോട്ടോർ ബോട്ട്. മോട്ടോർ ബോട്ടിനകത്ത് ആളുകളൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. ഒരാൾ പോലും ജാക്കറ്റ് ഇട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ ഇതിൽ കയറുകയാണെങ്കിൽ മസ്റ്റായിട്ട് ജാക്കറ്റ് ചോദിച്ച് വാങ്ങുക. കാരണം നമ്മളെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മുൻകൂട്ടി നമ്മൾ സാഹചര്യം കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം അവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി കണ്ട ബോട്ടൊക്കെ ആടി ഉലയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം നമ്മൾ തന്നെ കാക്കേണ്ടി വരും. ഇത് കണ്ട ആ ഒരു ബോട്ട് പോകുമ്പോൾ നല്ല തിരക്കടിച്ച് ഓളം വിട്ടുന്നുണ്ട്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും കാണുന്നത് പോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ അവർ അപ്പോൾ തന്നെ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് തരും. അതിനുള്ള ചാർജും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ കേട്ടോ. അവിടെ ഓരോ ഫോട്ടോക്ക് 80 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പല ആളുകളും എടുത്ത ഫോട്ടോ ഒക്കെ ഇവിടെ ഒരു പോസ്റ്റർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് പെഡൽ ബോട്ടിൻ്റെ കൗണ്ടർ. സൽമാൻ കുറേ സമയമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പെഡൽ ബോട്ടിലെ സമയം എന്ന് പറഞ്ഞാൽ 30 മിനിറ്റാണ് നമുക്ക് സമയം ലഭിക്കുക. ഇപ്പോൾ അതേ സൽമാൻ ശേഷം അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു ബോട്ടുകളൊന്നും നമുക്ക് ഇനി കിട്ടാനുള്ള സമയമില്ല എന്ന് പറഞ്ഞു. കാരണം ഒരുപാട് ആളുകൾ അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബോട്ടുകളൊന്നും ഇനി സാധ്യമല്ല. അപ്പോൾ ഈ പെഡൽ ബോട്ട് തന്നെ 2 ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുത്ത് സൽമാൻ പറയട്ടെ എന്തൊക്കെ കാര്യങ്ങൾ അവരോട് ചോദിച്ചു. അപ്പോൾ സൽമാൻ ടിക്കറ്റ് എടുത്ത് വന്നതിന് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അരമണിക്കൂർ കൊണ്ട് എത്തിയില്ലെങ്കിലോ പൈസ തരില്ല. അപ്പോൾ എത്ര ഡെപ്പോസിറ്റ്? 700 ഡെപ്പോസിറ്റ്, 700 രൂപ ടിക്കറ്റ് ചാർജ്. ഡെപ്പോസിറ്റ് അത് അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ആ കൗണ്ടറിൽ എത്തിയില്ലെങ്കിൽ പൈസ പോയി. കുദാഹവ. അതായത് നമ്മൾ ഒരു ടിക്കറ്റിന് 2 ടിക്കറ്റിന് ചാർജ് കൊടുക്കണം. 30 മിനിറ്റാണ് നമുക്ക് ഇതിൽ സവാരി എടുത്തുള്ള സമയം. ഈ സമയം നമ്മൾ അധികരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് അവർ തിരിച്ചു തരൂല. ആ 30 മിനിറ്റിനുള്ളിൽ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് തിരിച്ചു തരും. നമ്മളിപ്പോൾ എടുത്തുള്ളത് ഒരു 4 പേർക്ക് യാത്രയുള്ളതും ഒരു 2 പേർക്ക് യാത്രയുള്ള ടിക്കറ്റാണ്. അതായത് 4 പേരാണ് മാക്സിമം പെഡൽ ബോട്ടിന് യാത്ര അനുവദനയുള്ളത്. അതിലുള്ള സീറ്റ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ഇത് 2 സീറ്റ്, 2 സീറ്റിൽ കാലിയുണ്ട്, പെട്ടെന്നുണ്ട്. പക്ഷെ 4 സീറ്റിനുണ്ട് ഇത്രയും വരിക കേട്ടോ. ഇത്രയും പേര് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാൻ. നമ്മൾ 2 സീറ്റിന് 2 എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ 5 പേരുള്ളതുകൊണ്ട് അത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ 4 സീറ്റിന് 2 എടുത്താൽ എക്സ്ട്രാ ആവും ചെയ്യും. 2 സീറ്റിന് നമ്മൾ 300 രൂപ കേട്ടോ. ശരിക്കും 4 സീറ്റാണ് നമുക്ക് ലാഭം. പക്ഷേ 2 സീറ്റ് ഒരുപാട് കാര്യമാണ്. കാരണം കപ്പിൾസിന് മാത്രമേ 2 പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. മോട്ടോർ ബോട്ടുകൾക്ക് അവർ ജാക്കറ്റ് നിർബന്ധം പറയുന്നില്ല, ഇടുന്നില്ലെങ്കിലും. പക്ഷേ ഈ ഒരു പെഡൽ ബോട്ടുകൾക്ക് മസ്റ്റായിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഷുഹൈബ് മൂസിന് അപ്പോഴേക്ക് 2 സീറ്റ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ബോട്ട് കിട്ടി. അവർ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അവർ തിരിച്ച് വരുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ഒരുപാട് ആളുകൾ നമ്മളെ മുമ്പേ ഉണ്ട്. കട്ട വെയിറ്റിംഗ് ആണ്. അവരത്തെ കൊണ്ട് പടച്ച തമ്പുരാനെ നമ്മൾ കൊണ്ട് ചാർത്തുട്ടാ. അപ്പോൾ ചാർത്തുന്ന മട്ടുണ്ട് ചാർത്തി പറഞ്ഞില്ലേ. പെട്ടെന്ന് നമുക്ക് അതിൽ കയറുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവില്ല. ഒരു 5 മിനിറ്റ് അതിൽ യാത്ര ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അതപ്പോൾ സംഭവിച്ചു. നേരെ റിവേഴ്സ് പോകുന്നത്. നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് സീസണിലാട്ടോ. ഓഫ് സീസണിൽ പോലും ഈ ഒരു ബോട്ട് ഹൗസിൽ ഇത്രമാത്രം തിരക്കാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഓഫ് സീറ്റിൽ കയറാനുള്ള വരിയാണ് കേട്ടോ അത്.
വല്ലാത്തൊരു കഥ. രണ്ടുപേരുണ്ടെങ്കിൽ സുഖം. ഈ ഒരു ഇത്രയും വരിയുണ്ട്. ഈ ഒരു വരി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് പെട്ടെന്ന് ബോട്ടുകൾ വരുന്നുണ്ട്. ഒരുപാട് പെഡൽ ബോട്ടുകൾ ഉള്ളതുകൊണ്ടേ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, പെട്ടെന്ന് എത്തുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ കുറച്ച് നേരം സമയം മൂഞ്ചി നിൽക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതാണ് അവസ്ഥ, വരിയോട് വരിക. അപ്പോൾ ഇതേ അടുത്ത് തന്നെ നമുക്കാണ്, കാരണം ഒരുപാട് ബോട്ട് വരുന്നുണ്ട്. ഈ ഒരു ബോട്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജാക്കറ്റ് വാങ്ങുക, പെട്ടെന്ന് സെറ്റായി നിൽക്കട്ടോ, അല്ലാതെ ഒരു രക്ഷയില്ല. കാരണം ജാക്കറ്റുകളൊക്കെ പെട്ടെന്ന് നമുക്ക് വാങ്ങിച്ച് വേണം സെറ്റായി നിൽക്കണം. ഫൈനലി നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് കണ്ടോ ബാക്കിൽ നിൽക്കുന്നത് അത്രയും ആളുകൾ വരികയാണ്. നമുക്ക് ബോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ 4 പേർക്കുള്ള ബോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് ചാർജ് വരുന്നത് 400 രൂപ. അരമണിക്കൂർ സമയം കിട്ടും. അതിന് 400 രൂപ എക്സ്ട്രാ ഡെപ്പോസിറ്റ് വേണം. അത് ഈ ഒരു നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് എത്തുന്ന സമയത്ത് ആ ഡെപ്പോസിറ്റ് ചെയ്ത പണം തിരിച്ചു തരും. മാത്രമല്ല നമ്മൾ ഈ ബോട്ടിൽ കയറുന്ന സമയത്ത് വന്ന ടിക്കറ്റ് അവർ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് ആ ടൈം അവിടെ കറക്റ്റ് ആവും. രണ്ടാമത് നമ്മളവിടെ തിരിച്ചെത്തുന്ന സമയത്തും ഈ ഒരു ടിക്കറ്റ് സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ടൈം കറക്റ്റ് ആണെങ്കിൽ നമ്മളെ പൈസ തിരിച്ചു തരും. ഇൻ കേസ് നമ്മളെ ടൈം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് പോകും. അത് ഭയങ്കര കളിയാട്ടോ. 4 പേർക്ക് ഇരിക്കണമെങ്കിൽ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. അതിൽ സൽമാന്റെ ദമ്മായിട്ട് മുന്നിലിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും കയറിയ സമയം ഇത് നമ്മളീ ചവിട്ടലുണ്ട്. സൽമാന്റെ സമയം നോക്കണം. നമ്മളെപ്പോഴും കയറിയ 55 അല്ലേ? അപ്പൊ 6:25 നമ്മൾ എത്തണം. 6:25 എത്തിയില്ലെങ്കിൽ പൈസ പോകും. നമ്മുടെ പുഴയുടെ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ ഒരുപാട് കൊട്ടവഞ്ചി അല്ലെങ്കിൽ തോണിയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വരുമ്പോൾ ഇതിൽ കയറി ഒന്ന് എൻജോയ് ചെയ്യാന്നുള്ളത് ഒരു പ്രത്യേക രസമാണ്. മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നേരെ തൊട്ട് മുമ്പ് തന്നെ നമ്മളെ വീടിനൊക്കെ തന്നെ ഒരുപാട് തോണികളൊക്കെ ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ വരുമ്പോഴാണ് ഇതിനൊരു വൈബ് മനസ്സിലാവുന്നത്. ഇവിടെ നിന്ന് ഈ ചവിട്ടല് ബുദ്ധിയല്ല. ഞാൻ വല്ല സൽമാൻ അങ്ങോട്ട് ഇരുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ സുജായിട്ട് ഇരിക്കാം. ഇതാണ് സുഖട്ടാ. ചവിട്ടൽ മത്സരം ആരംഭിക്കുകയാണ്. സൽമാൻ ബാബ ആഞ്ഞ് ചവിട്ടുന്നുണ്ട്. ബാബുദേ ചവിട്ടഞ്ഞ കേട്ടോ, ചവിട്ടി വേറൊരു കാളെ പരിപാടിയാണ്. ബാക്കിൽ നമ്മുടെ മുന്നിലുണ്ട്. ഡ്രൈവർ ആരാ? ഞാൻ ഡ്രൈവറ്. ഇതാ നീ കണ്ടോളാം കേട്ടോ. സൂര്യനെ അസ്തമിച്ചു തുടങ്ങി. അതുകൊണ്ട് നമ്മളെ മുഖത്തൊക്കെ ഇതാ വെയില് സൂര്യൻ അസ്തമിക്കുന്നതിനായിട്ട് ആ മഞ്ഞ കളറുകളും അതിലൊക്കെ വരാൻ തുടങ്ങി. വീഡിയോക്ക് ക്ലാരിറ്റി മങ്ങി തുടങ്ങി കേട്ടോ. ഈ ഒരു സംഭവം നമ്മൾ സൈക്കിൾ ചവിട്ടുന്നത് പോലെ തന്നെയാണ്. മസിൽസിനൊക്കെ നല്ല പെയിൻ എടുക്കും, പ്രത്യേകിച്ച് നമ്മൾ ശരിയാക്കി ഇളകാത്ത ആളുകളുണ്ടെങ്കിൽ. നല്ലൊരു എക്സസൈസ് കൂടിയാണ് കേട്ടോ. ആ ഒരു സ്പീഡ് മോട്ടോർ ബോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ഓളം പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് പെർമിഷന് കയറാണ്ടിരിക്കാൻ വേണ്ടി ഓരോ റൗണ്ട് സാധനങ്ങളൊക്കെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ബോട്ടിലേക്ക് കയറിയ ഒരു ഭാഗത്തിൻ്റെ സൈഡിലായിട്ട് ബാക്ക് സൈഡിൽ ഇത്തരത്തിലുള്ള ഊഞ്ഞാലുകളും കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സമയത്ത് ഏകദേശം തീരാറായിട്ടുണ്ട്. നമ്മൾ 5 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. കാരണം അല്ല എങ്കിൽ ചിലപ്പോൾ 2-3 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുക അവർ തിരിച്ചു തരാനുള്ള പല മാർഗവും നോക്കും. അപ്പോൾ എന്താണ് നമ്മൾ തിരിച്ചു കയറണേ, ഇവിടെ വന്ന ഉടനെ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് അവർ തിരികെ കൊടുത്തു. ഇത് അവർ സ്കാൻ ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, ചെക്കൗട്ട് ചെയ്ത സമയം അവിടെ കറക്റ്റായിട്ട് കിട്ടും. ഇനി അവിടെ കൗണ്ടർ ഉണ്ട് തോന്നുന്നു. നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് റീഫണ്ട് കിട്ടും. അതൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കയറുന്ന സമയത്ത് ഈ ഒരു QR കോഡിൽ അവർ സ്കാൻ ചെയ്യും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിനകത്തന്നെ ഒരു മോണിറ്റർ മുകളിൽ വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഈ ഒരു മോണിറ്ററിൽ നമ്മൾ കയറുന്നതും അതായത് ചെക്ക് ഇൻ ചെയ്യുന്നതും ചെക്കൗട്ട് ചെയ്യുന്ന സമയം കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്തിന് തിരിച്ചെത്തണം. അല്ല എങ്കിൽ നമ്മളെ ക്യാഷ് അവർ തിരിച്ചു തരൂല. അതിനാണ് ഡെപ്പോസിറ്റ് ആയി തന്നെ വാങ്ങുന്നത്. ജസ്റ്റ് നിങ്ങൾ കണ്ടോ, അപ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ ആ ടൈമും കാര്യങ്ങളെല്ലാം അവിടെ കാണിച്ചു, ബോട്ട് നമ്പറും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ തിരിച്ചു വരുന്ന സമയം നോക്കും. ഇവിടുന്ന് ക്യാഷ് റീഫണ്ട് കിട്ടും. ആ ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിട്ടില്ല? വാവ്, സെറ്റ്. നമ്മൾ മുമ്പിൽ കാണുന്നതിൻ്റെ നേരെ പുറകിലായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ഊഞ്ഞാലും കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഉള്ളത്. എന്തായാലും നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഇനി കവർ ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. നമ്മളെ ബോട്ട് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബോട്ട് ഹൗസിൽ നിന്ന് തിരിച്ചിനി റൂം ചെക്ക് ചെയ്യാൻ പോട്ടോ. റൂം കിട്ടിയിട്ടില്ല, റൂം എടുക്കാൻ പോകണേ. സമയം 6:30 മണിയായി. എങ്കിൽ കൂടി ആളുകൾ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണെന്നുള്ള എനിക്കൊരു മനസ്സിലാവുന്നില്ല. എന്തായാലും അവർ എൻട്രി ഫീ വാങ്ങുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തോടെ നമ്മൾ കയറുന്നില്ല. കാരണം നമുക്കിനി പെട്ടെന്ന് റൂം എടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. സമയം 6:30 കഴിഞ്ഞാൽ ഇപ്പോൾ റൂമിന് ചാർജും കാര്യങ്ങളൊക്കെ കൂടും. അതുപോലെ തന്നെ ഇവിടെ 70 സിനിമ എന്നുള്ളൊരു ബോർഡ് വെച്ച് കണ്ടോ, അടിപൊളിയുണ്ടല്ലേ. അതിങ്ങനെ മയത്തുള്ളി ഇറ്റുന്നത് പോലെ ഉറ്റിറ്റ് വീഴുന്നുണ്ട്. ഇവിടെയാണ് 70 സിനിമ ഹാൾ ഇതിനകത്തുണ്ട്. ഒരാൾക്ക് ചാർജ് വരുന്നത് 140 രൂപയാണ്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കയറിയിട്ട് ഫിലിമൊക്കെ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ഇതിനകത്തുണ്ട്. ആളുകളൊക്കെ കയറുന്നുണ്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ അപ്പിയാണ്. അപ്പോൾ അടുത്ത ദിവസം ഊട്ടി സീരീസിൻ്റെ മറ്റൊരു ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും തൽക്കാലത്തേക്ക് വിടാം. ഇറ്റ്സ് മീ അലി പണക്കാട് സൈനിങ് ഓഫ്.